കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ 10-27 വർഷമായിട്ട് ഒളിവിൽ കഴിയുന്ന ഒരു പ്രതി ടൈലർ രാജു കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ആ കേസിൽ അറസ്റ്റിലായി ടൈലർ രാജ ശരിയാണ് രാജ പിടിയിലായിട്ടുണ്ട്. നേരത്തെ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന അബ്ദുൾ നാസർ മദനി ഇപ്പോൾ ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന ആ പഴയ അബ്ദുൾ നാസർ മദനി, അദ്ദേഹം വിചാരണ തടവുകാരനായിട്ട് 9 വർഷം കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞു. അഗ്രഹാര ജയിൽ. അതെ, അല്ല, പരപ്പന അഗ്രഹാര ജയിൽ ബാംഗ്ലൂരാണ്. ഈ കോയമ്പത്തൂർ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞു. തെളിവുകളുടെ അഭാവത്തിലാണ് മദനിയെ വിട്ടയച്ചത്. മദനിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇപ്പോഴിതാ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുതിയ ഒളിവിലായിരുന്ന ആൾക്കാർ പിടിയിലാകുന്നു. ഓരോരുത്തരെയായിട്ട് പിടിക്കും. അങ്ങനെയെങ്കിൽ ഈ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസ് ഒരു പുനർവിചാരണയ്ക്ക് വിധേയമാകുമോ? തീർച്ചയായിട്ടും വേണം. കാരണം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബാധിക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പോൾ ഇത് ആസ്പദമാക്കിയിരിക്കുന്ന ഈ രാജയുടെ പേര് സാധിക്കുന്നുള്ളതാണ് യഥാർത്ഥ പേര്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാജ എന്നുള്ളത് കോയമ്പത്തൂർ സാധാരണ ഹിന്ദുക്കൾക്ക് ഇടുന്ന പേര്. ടൈലർ രാജ. പറയാൻ കാര്യം അദ്ദേഹം ഒരു തയ്യൽക്കാരനാണ്. ആ തയ്യൽക്കാരനാണ് ഈ ബോംബുകളൊക്കെ നിർമ്മിക്കാൻ പഠിച്ച് ബോംബുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവിടെ കോയമ്പത്തൂരിൽ ഏതാണ്ട് 250 പേർക്ക് പരിക്കേൽക്കുകയും 58 പേർ മരിക്കുകയും ചെയ്ത ക്രൂരമായ 9 സ്ഥലങ്ങളിലാണ് കൊലപാതക പരമ്പര. ഓരോരുത്തർക്കായിട്ട് ഈ ബോംബുകൾ വയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. ബോംബുണ്ടാക്കിയിട്ട് സീരിയൽ ബോംബ് സ്ഫോടനമാണ്. സീരിയൽ ബോംബ് സ്ഫോടനം, എക്സ്പ്ലോഷനിൽ 58 പേര്. 58 എനിക്ക് തോന്നുന്നത് 250 പേര് പരിക്ക് പറ്റിയതിൽ കുറേ പേര് കൂടെ ചേർന്നിട്ടുണ്ട്. 60ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു 60ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവ പരമ്പരയാണ് ഇദ്ദേഹം ചെയ്തത്. അവിടെ ഇരുന്നുകൊണ്ട് വെറും 27 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലേ? 27 വർഷം 99ലാണ്. 99 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോയമ്പത്തൂർ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതെ, പോയിട്ട് ഇനിയിപ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞ് സുഖമായിട്ടിരിക്കുക. എവിടെയാണ് പോയിരുന്നത്? കർണാടകയിലെ ഇപ്പോൾ ഏറ്റവും വലിയ അവരുടെ രക്ഷാകേന്ദ്രം എന്ന് പറഞ്ഞാൽ കേരളത്തിനേക്കാളും കർണാടക. അവിടെ സ്നേഹത്തിൻ്റെ കട തുറന്നു വെച്ചിരിക്കുക ഇവർക്ക് വേണ്ടി. ആ കർണാടകത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് NIA അല്ല, സിറ്റി പോലീസ്, അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ സംഘം, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആണ് ATSഉം അതുപോലെ തന്നെ സിറ്റി പോലീസും കൂടി ചേർന്നിട്ടാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള മൊഴി കിട്ടും. പ്രതിയുടെ മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അതിൽ മദനി തെളിവില്ലാഞ്ഞിട്ടാണ് മോദിയെ ഇപ്പോൾ വീട്ടിൽ വിട്ടയക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അതങ്ങനെ വന്നെങ്കിൽ ഇപ്പോൾ തഹാവൂർ റാണയെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതുപോലെ മദനിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുവരും. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തമിഴ്നാട് പോലീസായതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ജയിലിലേക്കായിരിക്കും ഇനി അദ്ദേഹത്തിന്. കോയമ്പത്തൂരിലാണ് ഇത് നടന്നതെന്നതുകൊണ്ടും കോയമ്പത്തൂരിലേക്കായിരിക്കും ഈ പുതിയ കേസിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരിലെ വള്ളാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്, അല്ലേ? വള്ളാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ ഉക്കടം തുടങ്ങിയ പ്രദേശം, അതായത് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും ഈ തുണി വ്യവസായം അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സ്ഫോടനം നടന്നത്. വ്യാപാരശാലകളിൽ അടക്കം ഈ വളരെ തന്ത്രപരമായിട്ട് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഈ കാട്ടു പന്നികളെയൊക്കെ കൊല്ലുന്ന പോലെ തന്നെ മനുഷ്യരെ ഒന്നും അറിയാത്ത, വളരെ നിസ്സാരമായിട്ട് നിരപരാധികളായ മനുഷ്യർ, ഇവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത മനുഷ്യരെ, അവിടുത്തെ പൗരന്മാർ, അതിനകത്ത് ഹിന്ദു മാത്രമായിരിക്കത്തില്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടാവും, ഉണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഐക്യത്തോടെ ജീവിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന ആ ഒരു പ്രതിഭാസം, ഈ പറയുന്ന സ്ഫോടനങ്ങൾ, അത് തെക്കേ ഇന്ത്യയിലേക്ക് വരികയും പ്രത്യേകിച്ചും കോയമ്പത്തൂർ പോലെ ഒരു വലിയ പട്ടണം, വ്യവസായ നഗരം, തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്ത് ട്രെയിനിൽ സ്ഫോടനം. ആ കേസിലാണ് തടിയൻ്റെ അവിടെ നസീർ ശിക്ഷിക്കപ്പെട്ടത്. തടിയൻ്റെ അവിടെ നസീറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറയാം. തടിയൻ്റെ അവിടെ നസീർ ഇപ്പോഴും പരപ്പന അഗ്രഹാര ജയിലിലുണ്ട്. അഗ്രഹാര ജയിലിൽ തടിയൻ്റെ അവിടെ നസീറിനെ
ചികിത്സിച്ചു കൊണ്ടിരുന്ന ജയിൽ ഡോക്ടർ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആ സൈക്യാട്രിസ്റ്റിന് എസ് നാഗരാജൻ എന്നാണ് സൈക്യാട്രിസ്റ്റിൻ്റെ പേര്. ആ എസ് നാഗരാജനെ ഇപ്പോൾ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ASIയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറയാം, ഇത് എന്തിനാണെന്നറിയാമോ? തടിയൻ്റെ അവിടെ നസീറിനെ സഹായിച്ചതിന് വേണ്ടിയിട്ടാണ്. തടിയൻ്റെ അവിടെ നസീർ അവിടെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹം ആക്റ്റീവാണ്, ജയിലിനുള്ളിലും ആക്റ്റീവാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ചു. അതിൻ്റെ പേരിൽ ഈ ഡോക്ടറെ ചോദ്യം ചെയ്തു വരികയാണ്. NIA ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു NIA എന്ന് പറയുന്നൊരു ഏജൻസി. ഈ ജയിലിനുള്ളിൽ മൊബൈൽ എത്തിച്ചു, സിം കാർഡ് എത്തിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. തടിയൻ്റെ അവിടെ നസീറിന് അതിനപ്പുറമുള്ള സഹായങ്ങളിലേക്കായി പോക്ക്. അത് മിക്കവാറും ജയിൽ അധികൃതർ അറിയാതെ ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ജയിൽ ഉദ്യോഗസ്ഥനും ഇതിൽ പങ്കാളി, അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ചാന്ദ് പാഷ എന്ന് പറയുന്ന ആളിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയിൽ അധികൃതരുടെ സഹായമില്ല, ഡോക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കയറി വരുമ്പോൾ ഡോക്ടറെയും പരിശോധിക്കും. പരിശോധിച്ചില്ലെങ്കിൽ അത് ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണ്. അല്ല, ഇവിടെ തന്നെ ഈ മുമ്പും തടിയൻ്റെ അവിടെ നസീർ കേരളത്തിലെ ജയിലിൽ കഴിഞ്ഞിരുന്നപ്പോൾ മതം മാറിപ്പോയ ഒരു പെൺകുട്ടി, മുമ്പ് അവരുടെ പേര് ദീപ ചെറിയാനെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു, പിന്നീടാണ് അവർ മതം മാറി ഇസ്ലാം ആയത്. ആ സ്ത്രീ ഈ പറഞ്ഞതുപോലെ തടിയൻ്റെ അവിടെ നസീറിന് സിം കാർഡ് എത്തിച്ച കേസിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നെ അവരെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയും സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവരൊരു വലിയ നമ്മളെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറായി മാറിയിരിക്കുകയാണ്. ക്യാൻസറാണ്, മാരകമായ ക്യാൻസർ. അതുപോലെ ഇനിയും പിടിക്കപ്പെടാത്ത ഒരാളുണ്ട്. അത് ബാംഗ്ലൂർ സ്ഫോടന പരമ്പരയുടെ പേരിൽ, കോയമ്പത്തൂരല്ല, ബാംഗ്ലൂർ സ്ഫോടനം. അയാളുടെ പേരാണ് ജുനൈദ്. ജുനൈദിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നെങ്കിലും അവനെ പൊക്കും NIA. കാരണം അങ്ങനെ ഒരു ഏജൻസി വന്നാൽ അവർ ഏറ്റവും 27 വർഷത്തിന് ശേഷം ടൈലർ രാജ പിടിയിലായെങ്കിൽ ഇവനെയും പിടിക്കും. അതുപോലെ കാസർഗോഡ് സ്വദേശി അബ്ദുൾ അസീസ് പിടിയിലായെങ്കിൽ, അബ്ദുൾ അസീസോ അബ്ദുൾ സിദ്ദിഖോ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാൾ പിടിയിലായിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കൂട്ടർക്ക് രക്ഷയില്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. അതെ. പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ജുനൈദിൻ്റെ അമ്മയുടെ പേര് അനീസ് ഫാത്തിമ എന്നാണ്. അവരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇവർക്കറിയാം അവൻ എവിടെ ഉണ്ടെന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് അവരെയും ചോദ്യം ചെയ്തുകൊണ്ട്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഈ സ്ഫോടന പരമ്പരകൾക്ക് എല്ലാം ഒരു അന്ത്യം, നക്സലേറ്റുകളെ പോലെ തന്നെ നക്സലൈറ്റ് മാവോവാദി തീവ്രവാദികളെ അവരെ ഉന്മൂലനാശം ചെയ്യുന്നത് പോലെ ഒരു പരിപാടിയിലേക്ക് ആരംഭിച്ചു. പിന്നെ കേരളത്തിന് വലിയ പങ്കുണ്ട് സാറേ. കേരളത്തിന് പങ്കില്ല. തടിയൻ്റെ അവിടെ നമ്മുടെ നാട്ടുകാരനല്ലേ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ തടിയൻ്റെ അവിടെ നസീർ, അദ്ദേഹം പരപ്പനാഗ്രഹാര ജയിലിൽ കഴിയുകയാണല്ലോ. ആ സമയത്തും അദ്ദേഹം മറ്റുള്ളവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരണം നടത്തുകയായിരുന്നു. ജയിലധികൃതരുടെ സഹായമില്ല, ഇതുപോലെ നടക്കുമോ? അവിടെ കിടന്നുകൊണ്ടും അദ്ദേഹം ആളുകളെ തീവ്രവാദികൾ അതിൻ്റെ ഗുണങ്ങൾ, നിങ്ങൾക്ക് അവിടെ പോവാം, സ്വർഗത്തിൽ പോവാം, ഊറികൾ അവിടെ തേൻ, അതുപോലെ തന്നെ തേൻ ഒഴുകുന്ന പുഴകളുണ്ട്. ആ പുഴ നിങ്ങൾ പാലൊഴുകുന്ന പുഴയുണ്ട്. അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ തേൻ കുടിക്കാം, പാൽ കുടിക്കാം, ഊറികൾ കാവലുണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ആളുകളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക, അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്ന ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ചില മദ്രസകളിൽ. ആ അന്ധവിശ്വാസങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് കേരള ഗവൺമെൻറ് തണലെന്ന് താങ്കൾ പറഞ്ഞല്ലോ, കേരള ഗവൺമെൻറ്റാണ് ഏറ്റവും അങ്ങനെ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് പാസ്സാക്കാതിരിക്കുക വഴി ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പാസ്സാക്കാതിരിക്കുന്നത്. കാരണം ഹിന്ദുക്കൾക്കെതിരെ ഒരു നിയമമായിരുന്നെങ്കിൽ, ഹിന്ദുക്കൾക്ക് മാത്രമെതിരെ ഉള്ള നിയമമാണെങ്കിൽ എന്നേ പാസ്സാക്കി കഴിഞ്ഞേനെയും. പക്ഷേ ഇത് അങ്ങനൊരു തടസ്സമുള്ളത് കൊണ്ടാണ് മടിക്കുന്നതെന്നും നമ്മൾ അന്ധവിശ്വാസത്തിലൂടെ തീവ്രവാദത്തിലേക്കാണ് ഇവരെല്ലാം സഞ്ചരിച്ചിട്ടുള്ളത്.